മാഷെ, കഴിഞ്ഞ ഏപ്രിലിൽ നമ്മുടെ പെരുമ്പാവൂർ സ്വദേശിയായ ഒരു 35 വയസ്സുകാരി അസ്മ, അവർ പ്രസവത്തിന് ശേഷം രക്തം വാർന്നു മരിച്ചു. ഈ സംഭവത്തിൽ അവരുടെ ഭർത്താവ് ആലപ്പുഴ സ്വദേശി സിറാജുദ്ദീൻ പിടിയിലായി. സംഗതി ഇത്രയാണ്, ഇയാൾ അക്യുപഞ്ചർ ചികിത്സയുടെ വക്താവാണ്. അങ്ങനെ പ്രസവ സമയത്ത് ഈ ഭാര്യയ്ക്ക് വേണ്ട വൈദ്യസഹായം കൊടുത്തില്ല. അക്യുപഞ്ചറിൻ്റെ ചികിത്സാ രീതികളാണ് ചെയ്തത്. സഹായത്തിനൊരു വയറ്റാട്ടി മാത്രമാണ് ഏർപ്പാടാക്കിയത്. ഈ സംഭവം നടന്നിട്ട് കഷ്ടിച്ചൊരു 3 മാസം ഇപ്പുറം ഒരു 14 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ അതിനെ നൊന്ത് പ്രസവിച്ച അമ്മ, അവരുടെ പേര് ഹരീറ എന്നാണ്. അവരും ഇതേപോലെ അക്യുപഞ്ചറിൻ്റെ വക്താവാണ്. ഈ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അക്യുപഞ്ചർ ചികിത്സാ രീതികളാണ്. ആ കുട്ടിയെ കുട്ടിയെ പ്രസവിച്ച വിവരം പോലും നാട്ടുകാരടുത്തോ ആരോഗ്യ പ്രവർത്തകരോടോ പറഞ്ഞിരുന്നില്ല. കാരണം അവർ പിന്തുടരുന്നത് ഈ അക്യുപഞ്ചർ ചികിത്സാ രീതിയാണ്. നമ്മുടെ മുമ്പിൽ ഒരു രക്തസാക്ഷി ഉണ്ടായിരിക്കെ വെറും 3 മാസത്തെ ഇടവേളയിൽ വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കൊലപാതകം തന്നെ പറയാം. എന്താണ് ഈ നടക്കുന്നത്? ഈ മലപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തുള്ള 2 സ്ഥലങ്ങളിലാണ് ഈ അപകടം നടന്നത്. ആദ്യത്തെ സംഭവം നടന്നത് മലപ്പുറത്തെ ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഇപ്പം നടന്നിരിക്കുന്നത് മലപ്പുറത്തെ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. വലിയ ദൂരവ്യത്യാസം പോലും ഉണ്ടാകില്ല. അവിടെ എന്താണ് ഉണ്ടാകുന്നത്? അതൊരു വേറൊരു യൂണിവേഴ്സാണ്, വേറൊരു ലോകമാണ് അവിടെ. അല്ലേ, മലപ്പുറം പല സമയത്തും ഇതുപോലെ വേറൊരു ലോകമാണ് എന്നുള്ള രീതിയിൽ പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിൽ നമ്മൾ അതിനോട് വിയോജിക്കുന്ന ആളുകളാണ്. കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളും ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ ഭാഗമാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ നമ്മൾ കാണുന്നത് എന്താണ്? കാണുന്നത് ഇത്തരത്തിൽ ഒരു സയൻറ്റിഫിക് ടെമ്പറും ഇല്ലാത്തതായ കുറേ മനുഷ്യർ, അന്ധവിശ്വാസികൾ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കൂടായിട്ട് മലപ്പുറം മാറിയാൽ തീർച്ചയായിട്ടും മലപ്പുറം വേറെ ലോകമാണോ എന്ന ആളുകൾ ചോദിക്കും. ആ കാര്യത്തിൽ തർക്കമില്ല. ഈ 2 സംഭവങ്ങളും നമ്മൾ പരിശോധിച്ചാൽ എന്താണ് മനുഷ്യനെ ഈ വൈദ്യശാസ്ത്രം, അത് ആധുനിക വൈദ്യശാസ്ത്രമായിക്കൊള്ളട്ടെ പരമ്പരാഗത വൈദ്യശാസ്ത്രമായിക്കൊള്ളട്ടെ, വൈദ്യശാസ്ത്രം എന്താണ് മനുഷ്യൻ്റെ സംഭാവന ചെയ്യേണ്ടത്? അവൻ്റെ ജീവനെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻ, മരുന്നുകൾ, അതിനാവശ്യമായിട്ടുള്ള മറ്റ് പ്രക്രിയകൾ, അതെല്ലാം ചെയ്യുന്ന ജീവൻ രക്ഷാ ഉപാധി എന്ന നിലക്കാണ് ഏത് കാലഘട്ടത്തിലും ഏത് തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെയും സമൂഹം സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മനസ്സ് സൂക്ഷിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം എന്താണ്? അത് അന്ധവിശ്വാസജനകമായിട്ടുള്ള മനസ്സ് മാത്രമല്ല, അവർ ജീവിക്കുന്നതായിട്ടുള്ള സമൂഹത്തിനകത്ത് പുറംതിരിഞ്ഞ് നിൽക്കുകയും ജീവിക്കുന്ന സമൂഹത്തെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിനെ പിന്നോട്ട് വലിച്ച് ഈ ഇരുളാർന്ന കാലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ വളരെ അപകടകാരികളാണ്. ശരിയാണ്, ഈ 2 കൊലപാതകങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഒന്ന്, പ്രസവ സമയത്ത് ചോര വാർന്ന് മരിച്ചുപോയി. 2 കൊന്നു. അങ്ങനെ അതാണ് ഒരു കൊലപാതകം. വെറുതെ കിടക്കുന്നത് നോക്കി നിന്ന് ചാകട്ടെ എന്ന് ഭർത്താവ് വിചാരിച്ച് കഴിഞ്ഞാൽ കൊലപാതകം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ രക്ഷിക്കാനുള്ള ശ്രമം അയാൾ നടത്തിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, കുഞ്ഞ് മഞ്ഞ നിറത്തിൽ, നമുക്കറിയാം നമ്മളുടെ ഈ ആധുനിക ഹോസ്പിറ്റലൊക്കെ നിരവധി കുട്ടികൾ ഇതുപോലെ പ്രസവിക്കുന്ന സമയത്ത് തന്നെ മഞ്ഞപ്പിത്ത ബാധയൊക്കെ ഉള്ളവരുണ്ടാകാം. അവരെ മാറ്റിയെടുക്കുന്നതിന് ആധുനിക ശാസ്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാറ്റിയെടുക്കുകയാണ്. ജീവൻ്റെ ചെറിയ തുടിപ്പണിയിൽ പോലും അതിനെ വലിയ പ്രകാശമുകുളമാക്കി മാറ്റാനായിട്ടുള്ള അത്ഭുത വിദ്യ ആധുനിക വൈദ്യശാസ്ത്രത്തിനുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ ആസ്റ്റർ മെഡിസിറ്റി പോലെയുള്ള സംഭവം മുസ്ലിങ്ങൾ നടന്ന സാധനമാണ്. പക്ഷേ അതൊക്കെ കേരളത്തിലെ ആളുകളുടെ വലിയ വിശ്വാസ കേന്ദ്രങ്ങളാണ്. അവിടെ ആളുകൾ പോകുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രം നൽകുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും അവർ കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 2 ഉദാഹരണങ്ങളിലെയും കുടുംബങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല? പക്ഷേ ഇവിടെ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ 2 അവരുടെ ചിന്താഗതികൾ മാത്രമല്ല, അവരുടെ കുടുംബങ്ങൾ മാത്രമല്ല. മലപ്പുറത്ത് ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി. അക്യുപഞ്ചർ ചികിത്സ നടത്തി ഒരു 35 വയസ്സുകാരി പ്രസവ സമയത്ത് കൊല്ലപ്പെട്ടു. 3 മാസത്തെ ഇടവേളയിൽ മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. അവിടുത്തെ നിയമ സംവിധാനങ്ങളോ പോലീസോ ആരോഗ്യ പ്രവർത്തകരോ അവരും കുറ്റക്കാരല്ല ഈ കാര്യത്തിൽ. കാര്യം ഒരു നിരീക്ഷണം വേണ്ടതല്ലേ? കാര്യം ഇതിങ്ങനെ ഒരു ചികിത്സാ രീതി വ്യാപകമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇരകളായിട്ട് മരണം നടക്കുന്നുണ്ട്. ചിലതൊക്കെ മൂടി വെച്ചിട്ടുണ്ടാകാം, പുറത്തു വന്ന സംഗതികൾ മാത്രമാണിത്. അപ്പോൾ ഒരു നിരീക്ഷണ സംവിധാനത്തിൽ ഗുരുതരമായ പാളിച്ച വന്നിട്ടില്ലേ? അതുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ നമ്മളൊരു തുറന്ന സമൂഹമാണല്ലോ പല കാര്യങ്ങളിലും. ആ സമൂഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാഴ്ചപ്പാടെന്താണ്? ആ സമൂഹത്തിന് ലഭ്യമാകുന്ന ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച്
ജീവിതത്തെ മെച്ചപ്പെട്ടതാക്കി മാറ്റുക. നമ്മൾ ഉറപ്പായും. നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെ. ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക, കൂടുതൽ ആഹ്ലാദകരമാക്കി മാറ്റുക, ആസ്വാദ്യകരമാക്കി മാറ്റുക. ജീവിക്കേണ്ടത് അങ്ങനെയാണ്. അതല്ലാതെ നമ്മൾ മത ജടിലമായിട്ടുള്ള കാര്യങ്ങൾക്ക് കീഴടങ്ങി ശ്വാസം മുട്ടി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോലെയുള്ള സംഭവങ്ങളിലൂടെ പഴയ കാലത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ദുരാചാരങ്ങളെ അടിച്ചു പൊളിച്ച് പുരോഗതിയിലേക്ക് വന്നിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അവിടെ ഇപ്പോഴും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത തരത്തിൽ ഈ അന്ധവിശ്വാസങ്ങളിലേക്കും പ്രാകൃത ജീവിത ക്രമങ്ങളിലേക്കുമൊക്കെ മുസ്ലിം വിഭാഗത്തിലെ കുറച്ച് ആളുകൾ, മുഴുവൻ ആളുകളല്ല, അവരിൽ ബഹുഭൂരിപക്ഷ ആളുകളും ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജ് നടത്തുന്നത് മുസ്ലിം ട്രസ്റ്റുകളും മറ്റും ഒക്കെയാണ്. എന്നുവെച്ചാൽ അവർ ആ കാര്യത്തിലൊക്കെ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഇടയിൽ കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് പ്രാകൃത ജീവികളായി തുടരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന അത്ര ശാസ്ത്രീയമായിട്ട് സമഗ്രമായിട്ട് മനുഷ്യൻ്റെ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഒരു ഉത്തരമായിട്ട് ഒരാളും കൊണ്ടാടുന്നില്ല. ചില പല കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്രദമായേക്കാം. കാരണം ഈ സൂചി കുത്തി 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 നമ്മളുടെ രോഗശമനത്തിന് ഇടയാക്കുന്ന ചില ആസ്പെക്റ്റുകളുണ്ടാവും. സമ്പൂർണ്ണമായിട്ട് അത് ഇല്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. ചിലതിന് അതെന്തിനു കൊള്ളാം എന്ന് നോക്കിയിട്ട് അത് ഉപയോഗിക്കുക. അതിന് കൊള്ളാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്ന നടന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് ഈ മരണത്തിലേക്ക് വന്നത്. അതായത് വൈദ്യശാസ്ത്രം അന്ധവിശ്വാസമാക്കി മാറ്റുന്ന ആളുകൾ ചെയ്യുന്ന പ്രക്രിയയാണ്. പക്ഷേ ഇവർ ഈ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അക്യുപങ്ക്ചർ ചികിത്സയും ഇവരുടെ വിശ്വാസമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്കറിയില്ല. എന്തായാലും ഇവർക്ക് എന്താണ് അവരുടെ വിശ്വാസം? മതപരമായ നിഷ്കർഷയിലുള്ളത് വല്ലതും ആണോ ഇത്? അല്ല, മതപരമായിട്ടുള്ള നിഷ്കർഷയല്ല. അതൊരു തരം അവരുടെ അബദ്ധമായിട്ടുള്ള ആചാരപ്രക്രിയയുടെ ഭാഗമായിട്ട് വരുന്നതാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്താണ് ഇവരുടെ ആചാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത്? ആ വിശ്വാസമായിട്ട് ഇതിനെന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും അതിനെ അവർക്ക് തന്നെ നമ്മളുടെ മുന്നിൽ പൊരുത്തപ്പെടുത്തി അവതരിപ്പിക്കാനായിട്ട് കഴിയില്ല. അക്യുപങ്ക്ചർ ചികിത്സ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ആർക്കും വേണമെങ്കിൽ ചികിത്സിക്കാവുന്നതാണ്. അതെ. അതുപോലെ തന്നെ ആയുർവേദം ആർക്കും വേണമെങ്കിൽ ചികിത്സിക്കാവുന്നതാണ്, ഹോമിയോ ആർക്കും വേണമെങ്കിൽ ചികിത്സിക്കാവുന്ന, സിദ്ധ ആർക്കും വേണമെങ്കിൽ ചികിത്സിക്കാവുന്നതാണ്, ആധുനിക മെഡിസിനും ആർക്കും വേണമെങ്കിൽ ചികിത്സിക്കാവുന്നതാണ്. ആളുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നത്? അവർക്ക് സ്വീകാര്യമായത്. ചിലവർക്ക് ചിലപ്പോൾ ആയുർവേദം വളരെ നല്ല രീതിയിൽ എഫക്റ്റ് നൽകുന്നതായിരിക്കാം. അത്രയും ചിലപ്പോൾ ഈ മോഡേൺ മെഡിസിന് കഴിഞ്ഞെന്നിരിക്കില്ല. കാരണം ഓരോന്നിലും ചില കാര്യങ്ങൾ മികച്ചതായിരിക്കും. അതും ഓരോ വ്യക്തികൾക്കും അനുസരിച്ച്. കാരണം ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ്. എല്ലാ ശരീരങ്ങൾക്കും കോമൺ ആയിട്ട് നമുക്ക് ഒരു മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഡോക്ടർ പ്രസക്തമായിത്തീരുന്നത്. നമ്മളിപ്പോൾ ഈ AI സംവിധാനം വന്ന് ഈ ഡോക്ടർമാരൊക്കെ പ്രസക്തമായിത്തീരുന്നു വിചാരിക്കുന്നത് വെറുതെയാണ്. കാരണം ഒരു രോഗിയെ എന്താണ് രോഗി എന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാളെ ചികിത്സിക്കേണ്ടതെന്നാണ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ഒരു രോഗിയുടെയും സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും. ആ സ്വഭാവത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചാണ് അവർക്ക് ചികിത്സ നൽകേണ്ടത്. അത് ഒരു ആർട്ടിഫിഷ്യൽ മെഷീനിൽ കഴിയുന്ന കാര്യമില്ല. അവിടെയാണ് വളരെ പരിചയസമ്പന്നമായിട്ടുള്ള ഒരു ഡോക്ടറുടെ ആവശ്യം. ഈ സമുദായത്തിലെ ഒരു കടുത്ത യാഥാസ്ഥിതികവാദികളാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ വിശ്വാസപ്രകാരം ഈ സ്ത്രീകൾ അവരുടെ ഈ മുഖാവരണം മാത്രം പുറത്ത് കാണിക്കുക, പറ്റുമെങ്കിൽ അതും കൂടി മൂടി നടക്കുക എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. ഇപ്പോൾ ഈ പ്രസവ സമയത്ത് സ്വാഭാവികമായും അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു സംഗതി ഉണ്ടാകും. സ്വാഭാവികമായി ആ ഒരു രീതിയിൽ അവർക്ക് പെരുമാറാൻ പറ്റില്ല ഒരു പ്രസവ മുറിയിൽ. അതിൻ്റെ പേരിലാണ് ഇവർ ഈ വീട്ടിലുള്ള പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള ചിന്താഗതി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വല്ലാണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ സാമൂഹ്യ നിരീക്ഷണ സംവിധാനങ്ങളുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഒരു സംഗതി ഇവിടെ ഉണ്ടായി. ഈ പറയുന്ന ഈ 14 മാസം പ്രായമുള്ള ഈ കുട്ടിയുടെ അമ്മ പോലും സോഷ്യൽ മീഡിയ പ്രചാരകയാണ്. ഈ അക്യുപങ്ക്ചർ ചികിത്സയുടെ ഈ വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളുടെയൊക്കെ വക്താവാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളുടെ പരാജയം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ കാരണമാകുന്നില്ല? തീർച്ചയായിട്ടും അങ്ങനെ ആണ് പ്രവർത്തിക്കുന്നത്. കാരണം ഈ സമൂഹമാണ് ഇതിനേക്ക് എന്ത് ചെയ്യേണ്ടത്, തിരുത്തേണ്ടത്. സർക്കാർ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ അശാസ്ത്രീയമായിട്ട് മനുഷ്യരെ കൊലയിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ സമൂഹം മാറിയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസികളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അന്ധവിശ്വാസം കൊണ്ട് മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഈ നരബലി പോലെയുള്ള സംഭവങ്ങൾക്കെതിരെ എത്ര ശക്തമായിട്ടാണ് സമൂഹം പ്രതികരിച്ചത്. അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണത്. ഒരിക്കലും ഇതിനൊന്നും അംഗീകരിക്കാനായിട്ട് പാടില്ല. ഏത് ചികിത്സാ സമ്പ്രദായത്തിൻ്റെ നല്ലത് സ്വീകരിക്കുകയും
ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ തള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. ശരിയായിരിക്കാം ഈ പ്രസവമൊക്കെ അതിനുള്ള നമ്മൾ സ്ത്രീ ഡോക്ടർമാരുണ്ടല്ലോ, അവർ പോരെ, വനിതാ ഡോക്ടർമാർ പോയി കാര്യങ്ങളും ചെയ്യും. പുരുഷന്മാർക്ക് എന്ത് കാര്യം, അവർ മാറി നിൽക്കട്ടെ. അപ്പോൾ അത്തരം വിഷയങ്ങളല്ല പ്രശ്നം. എൻ്റെ മനസ്സിൻ്റെ ഈ കട്ടപ്പുക അതാണ് മാറേണ്ടത്. അത് മാറിയില്ലെങ്കിൽ വലിയ 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 പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിന്. കാരണം അവൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ മൊത്തം സമൂഹത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറിത്തീരും.